അഡ്വക്കേറ്റ് എ ഹമീദ് ഉണ്ട്. എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഭാരവാഹി കൂടിയാണ് അദ്ദേഹം. ശ്രീ ഹമീദ്, ഈ പറഞ്ഞതുപോലെ വലിയ സങ്കടകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു നമ്മൾ അന്ന് കേട്ടത്. ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക്, അത് ഒരു സ്കൂളിൽ നിന്ന്, അത് ആരുടെ തെറ്റ് എന്നുള്ളതൊക്കെ വലിയ ചർച്ചയായതാണ്. ഇനി അത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ എന്തായാലും സർക്കാർ ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മാനേജ്മെൻറ്റിനെ ഒഴിവാക്കിക്കൊണ്ട്, മാനേജ്മെൻറ്റിനെ പുറത്താക്കിക്കൊണ്ട് സർക്കാർ തന്നെ ഇത് ഏറ്റെടുക്കുകയായിരുന്നു. ആദ്യ സമയങ്ങളിലൊക്കെ ഇത് CPM ഭരിക്കുന്ന മാനേജ്മെൻറ്റാണ്, അതുകൊണ്ട് തന്നെ മുഖം രക്ഷിക്കാൻ എന്ന തരത്തിലാണ് പ്രധാന അധ്യാപികയ്ക്കെതിരെ മാത്രം നടപടിയെടുത്തതെന്നൊക്കെ വലിയ വിവാദമായതാണ്. അതിന് പിന്നാലെ എന്തായാലും ഇപ്പോൾ സർക്കാർ ഇത് ഏറ്റെടുക്കുകയാണ്. എന്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ ഇനി സ്കൂളിൽ ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്? ഇപ്പോൾ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ഇനി ഇതിലൊരു മാനേജ്മെന്റിന്റെ ഒരു പഴിയൊന്നും കേൾക്കേണ്ടി വരില്ല. ഇതിപ്പോ ഏത് പാർട്ടി ഭരിക്കുന്നു, ഏത് പാർട്ടിയുടെ മാനേജ്മെന്റ് എന്നുള്ളതല്ലല്ലോ ഇതിലെ കാര്യം. അപ്പോ ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് പറയാനുള്ളത്, ഈ സ്കൂളുകളുടെ, എയ്ഡഡ് സ്കൂളുകളുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണ്. ഇവിടെ ഇപ്പൊ തേവലക്കര സ്കൂൾ അത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എടുക്കാം. അവിടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാനേജ്മെന്റിനെ അല്ലെങ്കിൽ മാനേജറെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നെങ്കിൽ അതൊക്കെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്, കൃത്യമായിട്ട് അത് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ എല്ലാ എയ്ഡഡ് സ്കൂളുകളും കുറ്റക്കാരാണ് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ സർക്കാരിൽ നിന്നും വരുന്നുണ്ട്. അത് വളരെ ഖേദകരമാണ്. അത്തരത്തിൽ ഉള്ള തീരുമാനവും കാഴ്ചപ്പാടും എല്ലാ സ്കൂളുകളും ഒന്നും ഇതുപോലെയല്ല. എല്ലാ മേഖലയിലും ചില സ്ഥലത്ത് പ്രശ്നം കാണും. പക്ഷെ അത് വെച്ചുകൊണ്ട് എല്ലാ സ്കൂളുകളെയും കാടടച്ച് വെടിവെക്കുന്ന ഒരു സംവിധാനം പാടില്ല. തേവലക്കര സ്കൂളിൽ നിന്നും ഈ പ്രശ്നം ഉണ്ടായപ്പോൾ എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും ഫിറ്റ്നസ് പുനഃപരിശോധന വെച്ചിരിക്കുന്നു, എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും. അപ്പൊ എല്ലാ എയ്ഡഡ് സ്കൂളുകളെയും കുറ്റക്കാരായിട്ട് കാണുന്ന ഒരു സമീപനം തെറ്റാണ്. കേരളത്തിലെ പൊതുവിദ്യാലയ മേഖലയിൽ 65% എയ്ഡഡ് സ്കൂളുകളാണ്. 60 തൊട്ട് 65 വരെ എയ്ഡഡ് പൊതുവിദ്യാലയങ്ങളാണ്. ബാക്കി മാത്രമേ സർക്കാരിൻ്റെതുള്ളൂ. അപ്പൊ അവിടെ എയ്ഡഡ് സ്കൂളുകൾ ഭൂരിഭാഗവും നിസ്തുലമായ സേവനം നടത്തുന്നത് കൊണ്ടാണ്, വർഷങ്ങളായിട്ട് നടത്തി വരുന്നത് കൊണ്ടാണ് കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. വിദ്യാഭ്യാസ പുരോഗതി ഉയർന്നാൽ അവിടുത്തെ സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവുമായ നിലവാരങ്ങളെല്ലാം ഉയരുമെന്നുള്ളതിനാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇന്നും നാം കാണുന്നത്. അത്തരത്തിൽ വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിന് മൊത്തത്തിൽ കുറ്റക്കാരാണെന്നുള്ള നിലയിൽ എല്ലാ സ്കൂളുകളും പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു കാണുന്ന ഒരു സമീപനം തെറ്റാണ്. മാത്രമല്ല, സ്കൂളുകളിൽ ഇതിന്റെ ഫണ്ടിങ് ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രശ്നങ്ങളായിട്ട് സ്കൂളിന്റെ ഈ ഭൗതിക സാഹചര്യങ്ങൾ നന്നായിട്ട് നിലനിർത്താനോ അല്ലെങ്കിൽ പഴയ കെട്ടിടങ്ങളൊക്കെ മാറ്റി പുതിയത് സ്ഥാപിക്കണമെങ്കിലൊക്കെ വളരെ വലിയതായിട്ടുള്ള ഫണ്ടുണ്ട്. ഈ ഫണ്ട് ആരാണ് തരേണ്ടത്? എയ്ഡഡ് സ്കൂൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ എഡ്യൂക്കേഷണൽ ഏജൻസികളാണ്. എയ്ഡഡ് സ്കൂൾ, ആ ഏജൻസിക്ക് എവിടെ നിന്നും ഫണ്ടില്ല. എയ്ഡഡ് സ്കൂളുകൾ ഇതൊക്കെ ചെയ്യണം, ഭൗതിക സാഹചര്യം തന്നെ മെച്ചപ്പെടുത്തണമെന്നും ഭരണഘടനാപരമായിട്ടോ ഒന്നും ഇല്ല. അപ്പൊ ഈ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ സർക്കാർ അതിനുള്ള പ്രതിവിധി കണ്ടെത്തണം. നമുക്ക് ഫണ്ടില്ലാതെ നമ്മൾ കെട്ടിടങ്ങളൊക്കെ എങ്ങനെ റെഡിയാക്കാൻ പറ്റും? ആകെ മെയിൻ്റനൻസ് ഗ്രാന്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് 60 രൂപ വെച്ചാണ്, ഒരു വർഷത്തിൽ ഒരു കുട്ടിക്ക് 60 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. കേരളത്തിലെ ഏകദേശം 5000-ഓളം പ്രൈമറി സ്കൂളുകൾ, LP UP പ്രൈമറി സ്കൂളുകളുണ്ട്. ഈ പ്രൈമറി സ്കൂളുകളിൽ 75% സ്കൂളിൽ 100-ൽ താഴെ കുട്ടികളാണ്. സർക്കാരിലും അത് കണക്കുണ്ട്. പ്രൈമറി സ്കൂളിൽ 100-ൽ താഴെ കുട്ടികളാണ് മാറ്റുന്നത്. ഞാൻ ഈ മെയിൻ്റനൻസിന്റെ ഗ്രാന്റ് തരുന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞാണ്. ഈ 75% സ്കൂളുകളിൽ 100-ൽ താഴെ കുട്ടികളാണ്. അപ്പൊ 100 കുട്ടികളുള്ള ഒരു സ്കൂളിൽ 6000 രൂപയാണ് ഒരു വർഷം മെയിൻ്റനൻസ് ഗ്രാന്റ് ആയിട്ട് കിട്ടുന്നത്. അവിടെ ഈ 6000 രൂപ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഒന്ന് മൂത്രപ്പുര വൃത്തിയാക്കുന്നതിന് പോലും പൈസ കൊടുക്കാൻ തികയാത്തതാണ്. അവിടെ കറണ്ട് വേണം, വെള്ളം വേണം, മറ്റ് സംവിധാനങ്ങളൊക്കെ വേണം. ഓട് പൊളിഞ്ഞാൽ അത് മാറ്റണം. ഇതെല്ലാ സാധനങ്ങളും ചെയ്യുന്നതിന് വേറെ എവിടെന്നാ ഫണ്ട് വരുന്നത്? നിയമനം, അപ്രഖ്യാപിത നിയമന നിരോധനങ്ങളാണ്. നിയമനങ്ങൾ നടത്താൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഭിന്നശേഷി സംവരണം വന്നിട്ടുണ്ട്. ഭിന്നശേഷി നിയമത്തിൽ പറയുന്നത് ഉചിതമായ തസ്തികകളിൽ സംവരണം വെക്കണമെന്നാണ്. ഗവൺമെന്റ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും ആദ്യത്തെ നിയമനം ഭിന്നശേഷിക്ക് സംവരണം ചെയ്യണമെന്ന്. ഇപ്പൊ 30 കുട്ടികളുള്ള സ്കൂളായാലും 50 കുട്ടികളുള്ള അവിടുത്തെ നിയമനം വരുന്നെങ്കിൽ ആദ്യം ഭിന്നശേഷി സംവരണം. ഈ ഭിന്നശേഷി സംവരണത്തിന്റെ അത് കൊണ്ടുവന്ന് മൊത്തം സ്കൂളുകളുടെ പ്രവർത്തനങ്ങളും താറുമാറായി കിടക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ ഈ പ്രായോഗികമായ ചില ചർച്ചകളും പരിഹാരങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടതാണ്.
ഗവൺമെന്റ് അസോസിയേഷനുമായിട്ടൊക്കെ നിരവധി നിവേദനങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തും. പക്ഷേ ചർച്ച നടത്തിയിട്ട് കാര്യങ്ങൾ തീരുമാനം എടുക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പിൽ താഴോട്ട് കൊടുക്കും. അത് അവിടെ കിടക്കും. ഒന്നിലും ഒരു തീരുമാനം വരുന്നില്ല. ഇങ്ങനെ വളരെ മോശമായ രീതിയിലാണ് നടക്കുന്നത്. അപ്പൊ പ്രായോഗികമായിട്ട് ചിന്തിച്ച് നന്നായിട്ട് നടത്തുന്ന സ്കൂളുകൾക്ക് അഭിനന്ദനങ്ങളും പിന്നെ പ്രശ്നമായിട്ടുള്ള സ്ഥലം പരിശോധിച്ചിട്ട് വേണ്ട നടപടികളും ആണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒറ്റ കണ്ണിൽ കൂടി കാടടച്ച് വെടിവെക്കുന്ന സമീപനം മാറ്റുക. ശ്രീ ഹമീദ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ എയ്ഡഡ് സ്കൂളുകളെയും മോശമായി ചിത്രീകരിക്കുകയല്ല, എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും മോശமான തരത്തിലുള്ള അഭിപ്രായങ്ങളല്ല. പക്ഷേ ഈ സംഭവിച്ചതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ലോ. കാരണം ഒരു സ്കൂളിൽ നിന്നാണ് ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമാകുന്നത്. അതും നമ്മൾ കാണുന്നതാണ് ആ ദൃശ്യങ്ങൾ. ഒരു ലൈൻ കമ്പി പൊട്ടി വീണ് ആ ലൈൻ കമ്പി പൊട്ടി വീണ അതിലാരായിരുന്നു ഉത്തരവാദികൾ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അത് ഇനിയെങ്കിലും അതിലൊരു മാറ്റം വേണ്ടേ? അതിന്റെ കുറ്റക്കാരെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കണം. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പൊതുവായ അഭിപ്രായം. അപ്പൊ അത് വെച്ചുകൊണ്ട് സർക്കാർ എല്ലാ സ്കൂളിലും ഫിറ്റ്നസ് പുനഃപരിശോധന നമ്മള് ഭൂരിഭാഗം സ്കൂളുകളും എല്ലാ സ്കൂളുകളും നല്ല രീതിക്കാണ് ഫിറ്റ്നസിന്റെ പരിശോധന നടത്തി പാസ്സാക്കി. ഈ സ്കൂളുകളിലൊക്കെ വീണ്ടും ഫിറ്റ്നസ് പരിശോധന നടത്തുകയും ഈ മോബ് സൈക്കോളജി എന്നുണ്ട്. പുതുതായിട്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ ദാക്ഷ്യത്തോടുകൂടിയാണ് അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റേ ചെയ്യണം, ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് ഇതിനൊക്കെ ഇടയ്ക്ക് തന്നെ ക്യാൻസൽ ചെയ്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ക്യാൻസൽ ചെയ്ത പല സംഭവങ്ങളും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് തന്നെ ഇങ്ങനെ എല്ലാ എയ്ഡഡ് സ്കൂളും ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളിലും കൂടെ പുനഃപരിശോധന നടത്തണമെന്നും പറഞ്ഞിട്ട് ഒരു ഓർഡർ ഉണ്ടാകുന്നുണ്ടാ. രണ്ട് സ്കൂളിൽ, ഒരു സ്കൂളിൽ ആലപ്പുഴ ജില്ലയിൽ ഒരു സ്കൂളിൽ ഓട് കെട്ടിടം പൊളിഞ്ഞു വീണു കുറെ ഭാഗം, മറ്റു സ്ഥലത്താണെങ്കിൽ മതിൽ ഇടിഞ്ഞ് വീണു. ഇവിടെയൊക്കെ കൂടെയൊക്കെ എന്താ പുനഃപരിശോധന വയ്ക്കാത്തത്? എയ്ഡഡ് സ്കൂളിൽ മാത്രം, അത് എല്ലാ എയ്ഡഡ് സ്കൂളിലും ഞങ്ങളൊരു കുറ്റക്കാരെ കണക്ക്. ഞങ്ങൾ കുറ്റമാണോ ചെയ്യുന്നത്? കേരള സമൂഹത്തിന് ഏറ്റവും വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ്. അവർക്ക് അഭിനന്ദനമോ കൊടുക്കുന്നില്ല. ഇങ്ങനെ കുറ്റക്കാരായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത് വളരെ വിചിത്രമാണത്, ഈ ജനറലൈസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ്. എല്ലാ സ്കൂളുകളെയും ഒരുപോലെ ഈ ഒരു സംഭവം വന്നതോടുകൂടി എല്ലാ സ്കൂളുകളും മോശമെന്ന രീതിയിലേക്കല്ല പോകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ ഹമീദ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.